എൻ്റെ പേര് ഡെയ്സി. ഞാൻ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലുള്ള കൂടംകുളം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എനിക്കൊരു 24 വർഷമായിട്ട് മൈഗ്രെയിൻ കാരണം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്തു. എനിക്കിങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ടാബ്ലറ്റ് കഴിച്ചാൽ പോലും എൻ്റെ മൈഗ്രെയിൻ മാറില്ല. ഡെയിലി ടാബ്ലറ്റ് എടുക്കേണ്ട ഒരവസ്ഥയായിരുന്നു. ഇവിടെ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് പുറപ്പെട്ട് ബസ്സിൽ എനിക്ക് എൻ്റെ മൈഗ്രെയിന് പ്രത്യേകിച്ച് റീസണൊന്നുമില്ല. സാധാരണ മൈഗ്രെയിൻ വരുമ്പോൾ ഒരു റീസൺ കാണും, അത് അവോയ്ഡ് ചെയ്യണമെന്നൊക്കെ ഡോക്ടർ പറയും. പക്ഷേ എനിക്ക് ഏത് സിറ്റുവേഷനാണ്, ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോഴായിരിക്കും തലവേദന വരിക. എനിക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ അന്നേരം മൈഗ്രെയിൻ വരും. അപ്പം ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് പുറപ്പെടുമ്പം ബസ്സിൽ കയറി ഉടനെ എനിക്ക് തലവേദന തുടങ്ങി. ഞാൻ ട്രെയിനിൽ കയറി ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അതിശയമാണ്, എനിക്ക് ഇതുവരെ തലവേദന. അതുകൊണ്ടാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം ഞാനൊരു 4 ടാബ്ലറ്റിൽ എടുക്കേണ്ട ടൈം കഴിഞ്ഞു. ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ഥലത്തിനൊരു അഭിഷേകം തരാണ്. ആ സ്ഥലത്ത് വന്ന് കാലുകുത്തി, വേറെ പ്രാർത്ഥനയിലൊന്നും പങ്കെടുത്തിട്ടില്ല, കാലുകുത്തി, പിന്നെ അത് വന്നിട്ടില്ല. മനസ്സിലായി? അതാണ് ഞാൻ പറഞ്ഞത്, ആ സ്ഥലത്തിനൊരു അഭിഷേകമാണ്. അവിടെ വന്ന് കാലുകുത്തുമ്പോൾ വേളാങ്കണ്ണി ചെന്ന് കാലുകുത്തി ആ തടസ്സം മാറി കേട്ടോ. രണ്ടാമത് ഷോൾഡർ പെയിൻ മാറ്റുന്നതായിട്ട് അച്ഛൻ പലതവണ വിളിച്ചു പറഞ്ഞു. കൗൺസിലിംഗ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്കൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, ഷോൾഡറിൻ്റെ പ്രോബ്ലം മാറി. എൻ്റെ പ്രോബ്ലം ഷോൾഡർ പെയിൻ മാത്രമല്ല, ഞാൻ ഒരു CBSE സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്നു കഴിഞ്ഞ 12 വർഷം. ഈ മാർച്ചിലാണ് ഞാൻ റിസൈൻ ചെയ്തത്. അപ്പോൾ അവിടെയൊക്കെ ജോലി ചെയ്യുന്ന തിരക്കിനിടയ്ക്ക് എനിക്ക് കൈക്ക് പെയിൻ ഫീൽ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ സ്കൂളിൻ്റെ അഫിലിയേഷൻ്റെയും ഒത്തിരി തിരക്കിലായിരുന്നത് കൊണ്ട് എനിക്ക് കൈയുടെ പെയിനെ കുറിച്ച് ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഈ പെയിൻ കൂടുന്നതായിട്ട് തോന്നി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോകും, ഓർത്തോ ഡോക്ടറെ കാണും, ടാബ്ലറ്റ് എടുത്തു. ഒരു 2 മാസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടർ തമാശയ്ക്ക് എന്നോട് പറഞ്ഞു, ഇനിയും കുറഞ്ഞില്ലെങ്കിൽ ഒരു MRI എടുത്ത് നോക്കണം, കുഴപ്പമൊന്നും കാണില്ല എന്ന് പറഞ്ഞു. ഞാൻ തിരുവനന്തപുരം കിംസിൽ പോയി MRI ഒക്കെ എടുത്തു. MRI എടുത്ത് നോക്കുമ്പം എൻ്റെ ഈ തിരക്ക് കൊണ്ട് കൈയുടെ പെയിന് ശ്രദ്ധിച്ചില്ല, ഒരു ഫ്രോസൺ ഷോൾഡർ പോലെ വന്നതായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പുറകിലുള്ള മസിൽ ടയറായി. എനിക്ക് കൈ അനക്കാൻ മേലാത്തൊരവസ്ഥയാണ്. ഈ ഭിത്തിയെ തൊടുന്ന അവസ്ഥയാണ് എൻ്റെ കയ്യെ തൊട്ടാൽ. ഈ ഒരു കൈ അനങ്ങാൻ മേലാത്തൊരവസ്ഥ. അതുപോലെ തന്നെ എൻ്റെ ഈ ബോൾ ആൻഡ് സോക്കറ്റിനെ കവർ ചെയ്യുന്ന ഒരു ചെറിയൊരു ലിഗ്മെൻ്റ് ഉണ്ട്. ആ ലിഗ്മെൻ്റ് ടയറായിട്ട് റിമൂവ് ആയിട്ടുണ്ട്, അവിടുന്ന് ഡിസ്ലൊക്കേറ്റ് ആയിട്ടിരിക്കുകയാണ്. കൈ അനങ്ങാൻ മേല. ഏതെങ്കിലും തരത്തിൽ ഞാനൊന്ന് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ കാറൊക്കെ ഡ്രൈവ് ചെയ്ത് പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും സ്കൂളിൽ പോകേണ്ട അത്യാവശ്യം കൊണ്ട് കാറ് ഡ്രൈവ് ചെയ്ത് പോവും. അവിടെ ചെല്ലുമ്പോൾ ഈ കൈ ഇങ്ങനെ ഇരിക്കും. ഇരിക്കുന്നത് മാത്രമല്ല പ്രോബ്ലം, എൻ്റെ ഈ പാർട്ട് മുഴുവൻ അങ്ങോട്ട് ബലൂൺ പോലെ വീർക്കും, സ്വെല്ലിങ്. പിന്നെ എൻ്റെ കയ്യെ മുകളിലേക്ക് പൊക്കുന്ന മസിലാണ് ടയറായിരിക്കുന്നത്. ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു. ഞാൻ 1 മാസത്തോളം ഫിസിയോതെറാപ്പി ചെയ്തു. ഫിസിയോതെറാപ്പി 1 മാസം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഫിസിയോതെറാപ്പി നിർത്തിക്കോ, ഇനി സ്ലോലിയുള്ള വ്യത്യാസങ്ങളെ വരുള്ളൂ. അത് ഫിസിയോതെറാപ്പിയിൽ എൻ്റെ ഓരോരോ പാർട്ടായിട്ട് ചെറിയ ചെറിയ മൂവ്മെൻറ്റുകൾ 2 വർഷം മിനിമം എടുക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു, എൻ്റെ കൈ കംപ്ലീറ്റ് പൊങ്ങണമെങ്കിൽ. അങ്ങനെ പറഞ്ഞാണ് എന്നെ വിട്ടത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് എനിക്ക് ഒരു സ്വെല്ലിങ്ങും വന്നിട്ടില്ല ഇതുവരെ. കൈ നന്നായിട്ട് പൊക്കുന്നുണ്ട്. ഈ വേദനയൊക്കെ വെച്ച് ഈ രോഗം വെച്ചിട്ടാണ് നീ വരുന്നത്? വരുമ്പോൾ എനിക്ക് നല്ല സ്വെല്ലിംഗ് ഉണ്ട്. ഇവിടെ തല വരെ സ്വെല്ലിങ് വരും. ഈ ഒരു മസിലിന്റെ എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ എനിക്ക് സ്വെല്ലിങ് വരും. നല്ല പെയിനും തലവേദന. എനിക്ക് അച്ഛൻ വിളിച്ചു പറയുമ്പോഴേ എനിക്ക് തന്നെയാണെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ കിടക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു. ഈ ഒരു സൈഡ് വെച്ച് കിടക്കാൻ പറ്റില്ല. ഞാൻ ആ സെക്കൻഡ് ഡേയിൽ ഇരുന്ന് ഞാൻ അറിഞ്ഞില്ല, രാത്രിയിൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, യാത്രയുടെ ക്ഷീണം. ഞാൻ ആ സൈഡ് വെച്ചാണ് കിടന്നത്. നേരം വെളുക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ഈ സൈഡ് വെച്ചാണ് കിടന്നുറങ്ങുന്നത്. പരിപൂർണ്ണ സൗഖ്യമായി. എനിക്ക്